ചേച്ചി എന്താ തിന്നോണ്ടാ പോകുന്നത്, അതാട്ടോ നോക്കുന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല. ചേച്ചി തിന്നോണ്ടിട്ട് എൻ്റെ മേത്തോട്ട് വരണ. എൻ്റെ മേത്തൊന്നും കാണണ്ട. വീഴും, അത് അവിടെ വീഴും. ആ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ രാത്രി നമ്മൾ ഇവിടെയാണ് കേട്ടോ കിടന്നുറങ്ങിയത്. ചാർലിനെ ഞാൻ ഇവിടെ കെട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 6:30 ആയതേ ഉള്ളൂ. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ്. ഇവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ. നിങ്ങൾ സീറ്റിലൊക്കെ കാണുന്നുണ്ടാവും വെള്ളം, ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളം കാണുന്നുണ്ടാവും നിങ്ങൾ. ആരും ഇവിടെ ഭയങ്കര കുരുത്തക്കേടാണ്. അതായത് ഇതിലെ കൂടി ഒരുപാട് കുരങ്ങന്മാർ റോഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അതിലെ കൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറ കൂടി കാണാത്തതുകൊണ്ടാണ്. സോ നമ്മളിവിടുന്ന് പതുക്കെ പോകാൻ വേണ്ടി പോവാണ്. ഇന്ന് മിക്കവാറും നമ്മൾ പഞ്ചാബിലെത്തും കേട്ടോ. അപ്പം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പഞ്ചാബിൽ വെച്ച് കാണാം. ചാർലി കണ്ടോ, അത് ഇവിടുത്തെ കുരങ്ങന്മാരെ കണ്ടില്ല കേട്ടോ. ടെൻ്റെല്ലാം മടക്കി വെച്ച് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് പോകാൻ വേണ്ടി പോവാണ്. ഇതേ ചാർലി എത്തി വരിഞ്ഞ് നോക്കുന്നുണ്ട്. കുരങ്ങനൊക്കെ പോയി. അപ്പോൾ ഓക്കെ, നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് മലയാണ് കേട്ടോ. ചുറ്റിലും മലയാണ്. ഇതേ സൂര്യനൊക്കെ ഏകദേശം വന്നു. മലയുടെ മുകളിൽ വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ ചെറിയ ചായക്കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ആ ചായയും കുടിച്ചിട്ട് നമ്മളിവിടുന്ന് പോകുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ടണലിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ചാർലി പോവാം. ഓക്കെ, ചാർലി നടക്കട്ടെ, മിണ്ടാതിരിക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഉള്ള ചായ കുടിച്ചിട്ട് വരാം. അപ്പോഴത്തേ നമ്മളിവിടുത്തെ ചായക്കട എത്തി കേട്ടോ. ഇത് ചെറിയൊരു കടയാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ, മധുരമുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ അതേ നമ്മളെ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹായ്, നാം ക്യാ ഹൈ ഭായ്? ഒമറാസ്. അപ്പോൾ ഒമറാസ് എന്നാണ് കേട്ടോ ചേട്ടൻ്റെ പേര്. അപ്പോൾ അതേ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കുറേ പേരെ പരിചയപ്പെടട്ടെ. ഹായ്, നാം ക്യാ? ആഞ്ചൽ. നിഷ. ഭായ് നാം ക്യാ? ഹലോ, പുഷ്പേന്ദർ. അപ്പോൾ ഇവരൊക്കെ സ്കൂളിൽ പോവാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. ചാർലി പോവാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ ടണലിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ വഴിക്കാണ് നമ്മൾ വന്നത്. ചാർലി ടണൽ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഫുൾ ഇറക്കമാണ് കാണുന്നത്. അപ്പോൾ അതേ നല്ല ഇറക്കമാണ് കേട്ടോ. ഇറങ്ങി വരുവാണ്. നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഇനിയിപ്പോൾ ഏതെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റുന്ന കടയിൽ കയറണം, അല്ലാതെ ചെറിയ കടയിൽ കയറിയാൽ ശരിയാവില്ല. ചാർജ് കഴിയാറായി, ഏകദേശം കുറച്ചും കൂടെ ഉള്ളൂ. പവർ ബാങ്ക് ഉണ്ടായിരുന്നു രാത്രിയിൽ, അതും ഏകദേശം ഫുള്ള് തീർന്നു. നിങ്ങൾ റോഡൊക്കെ കാണുന്നുണ്ടാവും. അങ്ങനെ ചാർജിങ്ങൊന്നും പറ്റിയ സൗകര്യങ്ങൾ വളരെ കുറവാണ് കേട്ടോ. സാധാരണ ഞാൻ ചെയ്യാറെന്ന് പറയുന്നത് ഫുഡ് കഴിക്കാൻ കയറുമ്പോഴാണ്. ഇങ്ങോട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കടകളാണ്, അവിടെ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ചാർജ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ലാസ്റ്റ് ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാൻ എവിടെയും ചാർജിങ് വെച്ചിട്ടില്ല കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളും ഇതൊന്നും ബാഗെല്ലാം എവിടെയും വെച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ല. കാരണം ഫുള്ള് കുരങ്ങന്മാരാണ്. വരുമ്പോഴത്തേക്ക് ചിലപ്പം ബാഗൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എടുത്തോട്ട് പോയിന്നൊക്കെ വരും. നല്ല രീതിക്കുള്ള വളവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പുറത്തേക്ക് ഫുള്ള് വലിയ കുഴിയാണ്. പതുക്കെ ഇറക്കി നോക്കാം. അതെ, കുറേ കാലം കൂടിയിട്ട് കേരളത്തിൽ നിന്നുള്ളൊരു വണ്ടി കണ്ടു കേട്ടോ. എങ്ങോട്ടേക്കാന്നൊരു ചോദ്യമല്ലോ പറയുന്നത്. ഞാൻ മലയാളം അറിയുന്ന വേറെ ആരെങ്കിലും വന്ന് ആദ്യമായിട്ട് കേട്ടോ കുറേ കാലം കൂടി ഒരു ലോറി കണ്ടത്. സോ ഞാൻ പോവാണ്. അവർ കോഴിക്കോടുള്ളതാണ് കേട്ടോ. നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന ഇറക്കം കേട്ടോ. കൈവിട്ട് കഴിഞ്ഞാൽ ഒറ്റ പോക്ക് പോവും, പിന്നെ നിൽക്കില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്.
അപ്പോൾ അതേ നമ്മളിവിടെ ഒരു ടോൾ പാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം ടോൾ പാസ് കഴിഞ്ഞ് പോകുന്നതായിരിക്കും. കറക്റ്റ് ഒരു ഗ്യാപ്പുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഹോട്ടൽ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഹോട്ടൽ തപ്പിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്, എവിടെയുമില്ല. ചെറിയ ചെറിയ ചായക്കടയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചാർജ് ചെയ്യാൻ മാത്രം പറ്റിയ ഒരു സംഭവം എവിടെയും ഞാൻ കാണുന്നില്ല. അപ്പോൾ അതേ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നതിന് ശേഷം നമ്മളൊരു ധാബ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ധാബ, റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്താ സംഭവം എന്ന്. ചാർലി ഇപ്പോൾ വരാം, ഫുഡും കൊണ്ട് ഇപ്പോൾ വരാമെന്ന് കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചാർജൊക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വെയിലൊക്കെ ആയിട്ടുണ്ട്. റോഡ് നിങ്ങൾ കാണുന്നുണ്ടാവും, പ്ലെയിൻ റോഡാട്ടോ, ഒരു വിഷയവും. സൂപ്പറായിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്തെടുത്ത് ആ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര മിസ്സിങ് ആണ്, റൂമൊക്കെ കാലിയായ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം പോകുന്നതായിരിക്കും. പിന്നെ ഞാൻ അവരെല്ലാം നമ്മൾ കേരളത്തിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രെയിനിൽ കയറി വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ കാണാം. നമ്മൾ കുറേ ദൂരം മുന്നോട്ട് വന്നതിന് ശേഷം മാപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പഞ്ചാബ് എത്തിയെന്ന്. അതുപോലെ തന്നെ ഞാൻ റോഡിൽ കൂടെ നോക്കുമ്പോൾ സിഖുകാരൊക്കെ പോകുന്നു, തലയിൽ മറ്റേ സംഭവമൊക്കെ ചുറ്റിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പഞ്ചാബ് കയറിയെന്ന്. അപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞു കേട്ടോ. ചാർലി, നമ്മൾ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞു. നീ വല്ല അറിഞ്ഞായിരുന്നോ? അയാൾ നല്ല വർക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞിട്ട് പഞ്ചാബിലെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ പോകണമെങ്കിൽ നമ്മൾ ചണ്ഡീഗഡ് എത്തുന്നതായിരിക്കും. തൊട്ടപ്പുറം റെയിൽവേ പാളമൊക്കെയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു റെയിൽവേ ട്രാക്കൊക്കെ കാണുന്നത്. റെയിൽവേ ട്രാക്കും ട്രെയിനും ഒക്കെ കാണുന്നത് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ. കാരണം ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കുറേ കാലം കൂടി ട്രെയിനൊക്കെ ഒന്ന് കാണുന്നത്. അപ്പോൾ അതേ നമ്മൾ പഞ്ചാബിൽ കയറിയപ്പോഴത്തേനും നമ്മളെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. ഇതേ നല്ലൊരു കിടിലം പുഴയൊക്കെ പോകുന്നുണ്ട്. ഇതേ ഇവിടുത്തെ വെള്ളമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് നീല കളറിലാണ് കേട്ടോ എനിക്ക് കാണുന്നത്. എൻ്റെ കണ്ണ് പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല കിടിലം നീല കളറാണ്. നമ്മളെ ചാർലി എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേ പോകുന്നു. ചാർലി ഇതേ ബാ. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ടപ്പുറം കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ കുളിക്കാൻ പോകുന്നതാണ് കേട്ടോ. നമ്മൾ കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചാർലി എന്നെയും വെച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാ? അപ്പോൾ അതേ ഞാനും ചാർലിയും കൂടിയും ഈ ഒരു പാലത്തിൻ്റെ മുകളിലോട്ട് കയറി കേട്ടോ. അതിനപ്പുറ സൈഡൊക്കെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഇത് ചാർലി ഇതാ ഓടി കളിക്കുന്നുണ്ട്. ചാർലി എങ്ങോട്ട് ഓടുന്ന എന്നെയും കൊണ്ട്? അതെ ആ പാലത്തിനപ്പുറം വലിയൊരു ഡോഗ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിയാവും അവിടെ. അതെ കൊണ്ടുവാ. ഇതേ ഒരു പ്രാവൊക്കെ പോകുന്നു. 2 എണ്ണം 3 എണ്ണം. അപ്പോൾ അതെ ചാർലി ഇവിടെ ഫുള്ള് അടിയാട്ടോ. എൻ്റെ അമ്മോ. ആ താവോട്ട് നോക്ക്. ഇതെന്താ ഇത്? തന്നെയാണ് തുള്ളി കളിക്കുന്നത്. ഇതേ ചാർലി വെള്ളമൊക്കെ നോക്കുന്നുണ്ട്. ചാർലി ഒന്ന് ആഴെ നോക്കിയിട്ട് വന്നാലോ? എന്നാ പോയിട്ട് വാ.
പോയിട്ട് വന്ന് ചുമ്മാ ഇങ്ങനെ ചൊറിഞ്ഞു നോക്കാം. ഒരു ചേച്ചി അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ, അതിൻ്റെയാണ്. ചേച്ചി എന്താ തിന്നോണ്ടാ പോകുന്നത്, അതാട്ടോ നോക്കുന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല, ചേച്ചി തിന്നാണ്ടിട്ട് എൻ്റെ മേത്തോട്ട് വരണ. യാ വാ നടക്കാം, ചലത്തെ ഓടിക്കോ. എൻ്റെ കെട്ടയച്ചു വിട്ടാൽ, ചാലയുടെ കെട്ടയച്ചു വിട്ടാൽ പിന്നെ കിട്ടൂല കേട്ടോ. ഇവിടെ ദാദി വില്ലേജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വില്ലേജിൻ്റെ പേര് ദാദി എന്നാണ് കേട്ടോ. അയ്യേ, ചാർലിക്ക് കയറാൻ പറ്റുന്നില്ല. കയറിയേട്ടെ, എനിക്ക് കയറാൻ നോക്കട്ടെ. ആ ആ ആ ഒന്നും കൂടി, ഞാൻ പോവാ. അയ്യോ, ഒന്നും കൂടി ചാടിയേ. ആ അതാ കയറി ഇതേ പോന്നു. അയ്യോ, നമ്മളിപ്പോൾ പഞ്ചാബിലാട്ടോ. പഞ്ചാബ് ബോർഡർ കഴിഞ്ഞിട്ട് ഏകദേശം 15-20 ഇടക്ക് കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് വന്നു കേട്ടോ. ഇന്ന് നമ്മളിത് ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. ഇതേ ടെൻ്റൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതേ ഇവിടെ കടയുണ്ട് കേട്ടോ. ആ കട്ടയിലൊരു ചേട്ടനുണ്ട്. ചേട്ടൻ പറഞ്ഞു ഇവിടെ കിടന്ന കുഴപ്പമില്ലാന്ന്. ആ ചേട്ടൻ അവിടെ ഫുഡ് കഴിക്കാൻ പോയേക്കുവാണ്. ഇതേ ചാർലി ഇവിടുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബായ് ചാർലി.